ഇവിടെ ഒരു നല്ല ദൂത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ എൻ്റെ ഇവിടെ കൊണ്ടുവരുവാനുള്ള കാരണം, ഞങ്ങളുടെ പുന്നക്കാട് മലയിൽ കുടുംബത്തിലെ ഒരു മാവിയെ മല്ലപ്പള്ളി കയ്യാലത്ത് കണ്ടത്തിൽ കുടുംബത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ട്. ആ ബന്ധം കൂടെ ആയപ്പോൾ സിസ്റ്ററിൻ്റെ വീഡിയോ ഞാൻ കാണുമായിരുന്നു. നേരിൽ കാണാൻ അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ മരണം വന്നപ്പോൾ ഞാൻ അടക്കത്തിന് കോട്ടയത്തുണ്ടെങ്കിൽ അതിൽ പോയി ഒന്ന് സംബന്ധിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. മരണാനന്തര ജീവിതത്തെപ്പറ്റി വളരെ കൃത്യമായിട്ട് നമ്മൾ കേട്ടു. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇന്നലെ ഞായറാഴ്ച ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആയിരുന്നു. ലോകത്തിലുള്ള വനിതകളെ ആദരിക്കുന്ന ഒരു ദിനമായിരുന്നു. ഞാൻ എൻ്റെ അടുത്തിരുന്ന പാസ്റ്ററോട് ചോദിച്ചു, ആൻറ്റി മരിച്ചത് അതിൻ്റെ തലേദിവസമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഒരു വനിതയ്ക്ക് ലോകത്തോട് ദൈവസഭയ്ക്ക് ചെയ്യാവുന്ന ധീരമായ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വമാണ്. ദക്ഷിണേന്ത്യ സഭ അനധിവിദൂര ഭാവിയിൽ 3 സഭ ഭാരതത്തിൽ വരും. കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, ആംഗ്ലിക്കൻ സഭ. അതിനുള്ള ചുറ്റുവട്ടങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര പേർ വിശ്വാസികളുണ്ടെന്നും എത്ര പേർ അവിശ്വാസികളുണ്ടെന്നും അപ്പോൾ അറിയാം. ഒരു വാക്യം ഉദ്ധരിക്കട്ടെ. 132 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ, യഹോവേ, നീ നിന്റെ ബലത്തിൻ്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. ഇസ്രായേലിന് യുദ്ധത്തെപ്പറ്റി ഒരു അചഞ്ചലവുമില്ല. കാരണം ഇസ്രായേൽ ജനത മോശ വിളിച്ചിറങ്ങിയപ്പോൾ മുതൽ അവർ ഫൈറ്റ് ചെയ്ത് കയറി വന്നതാണ്. ആ ജനതയുടെ സംരക്ഷണം ദൈവമാണ് നോക്കുന്നത്. ബലത്തിൻ്റെ പെട്ടകം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് സഭ ചിന്തിക്കേണ്ടത്, ബലത്തിൻ്റെ പെട്ടകമുണ്ടെങ്കിൽ ബലമുണ്ട്. ബലത്തിൻ്റെ പെട്ടകമില്ലാത്ത പെട്ടകം ബലമില്ലാത്ത പെട്ടകമാണ്. അവർ മരണത്തെ പേടിക്കും, അവർ മരണത്തെ ഭയപ്പെടും. 100-ാം വയസ്സിലാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. CSI സഭയിൽ ഒരു ഉപദേശിയായിരുന്നു. ലോകമെമ്പാടുമുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസിന് പോകുമ്പോൾ ബോർഡർലെസ് ചർച്ച് CSI സഭയുടെ ഒരു വർഷത്തെ പഠന വിഷയമായിരുന്നു. അതിരുകളില്ലാത്ത സഭ. ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ്റെ ലാംബത്ത് കോൺഫറൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിഷപ്പന്മാരുടെ കോൺഫറൻസ്. ഏതാണ്ട് 1000-ഓളം ബിഷപ്പന്മാരും അതിനനുസരിച്ച് ബിഷപ്പ് അമ്മമാരും. അതിൻ്റെ തീം ഓപ്പൺ ചർച്ച് ടു ദി ഓപ്പൺ വേൾഡ്. മറ്റൊരു കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഗോഡ്സ് ചർച്ച് ടു ദ ഗോഡ്സ് വേൾഡ്. ദൈവസഭ, ദൈവത്തിൻ്റെ സഭ ദൈവജനങ്ങൾക്ക്. ദീർഘിപ്പിക്കുന്നില്ല. നടത്തപ്പെട്ട യോഗത്തിൻ്റെ കൺവീനേഴ്സിൽ ഒരാളായിരുന്നു താനുവേലിൽ ജോയിച്ചാനോട് ഒന്ന് പറഞ്ഞേക്കണമെന്ന് ഞാൻ ബിജു ബ്രദറിനോട് പറഞ്ഞ് നമ്മൾ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഈ മാതാവ് ഈ സമൂഹത്തിന് ചെയ്ത എല്ലാ തരത്തിലും ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. ആ വലിയ കാര്യമെന്ന് പറയുന്നത് രക്ഷ പ്രസംഗിക്കാൻ സാധിച്ചു.
രക്ഷ ദാനമാണ്. രക്ഷ ദാനമാണ്. ഇത് എൻ്റെ കയ്യിൽ ഇരുന്നായിരുന്നേ ഞാൻ CSIക്കാർക്ക് മൊത്തം കൊടുത്തേനെ. 45 ലക്ഷം CSIക്കാർക്ക് കൊടുത്തേനെ ഞാൻ. പാസ്റ്റർ അനീഷ് കാവാലത്തിൻ്റെ ഇരുന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഭയിലെ മുഴുവൻ ആളുകൾക്കും അദ്ദേഹം കൊടുത്തേനെ. നമ്മളെല്ലാവരുടെയും ഏൽപ്പിച്ചിട്ടില്ല. ഓർത്തോണം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ മൂലം രക്ഷിക്കപ്പെട്ട ഒത്തിരി ദൈവമക്കളുണ്ടല്ലോ. അവർ നോക്കുമ്പം എടാ അവിടെ ആ പുള്ളി അവിടെ കാണുന്നില്ലല്ലോ. കൂട്ടുകാരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്ന അത് മറുപടി പറയല്ല. ഞങ്ങൾ അതിനൊന്നും മറുപടി പറയല. എവിടെ പോകുന്ന കൂട്ടുകാരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ രക്ഷ എന്ന ദാനം നമ്മൾക്ക് സൗജന്യമായി ലഭിച്ചതാണ്. ഇത് സൗജന്യമായി കൊടുക്കണം. നമ്മൾ സൗജന്യമായി കൊടുക്കണം. ഇത് സൗജന്യമായി ലഭിച്ചതാണ്. ഈ കുടുംബത്തോട് കോട്ടയം എക്യുമെനിക്കൽ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ പേരിൽ, പ്രത്യേകിച്ച് വ്യക്തിപരമായും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാ പ്രാർത്ഥനകളും അറിയിക്കുന്നു. അവസരം തന്ന പാസ്റ്ററോട് നന്ദി അറിയിക്കട്ടെ.